നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ യശസ് ലോകത്തോളം ഉയർത്തിയ മഹത് വ്യക്തിയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി സ്റ്റേജിലേക്ക് വരേണ്ടത് നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ ജി തുളസീധരൻപിള്ള സാറാണ്. സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനോഞ്ചേരി രാജു, നജാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുൻ ചെയർമാൻ രാജേഷ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പൂജ ഇക്ബാൽ സാർ, ആറ്റിങ്ങൽ മൾട്ടി ജിം പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ സാർ, ശ്രീ ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ചെയർമാൻ സുരേഷ് സാർ സ്റ്റേജിലേക്ക് വരണം. കൊല്ലം ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് സാർ സ്റ്റേജിലേക്ക് കടന്നു വരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 14ാമത് മിസ്റ്റർ ആറ്റിങ്ങൽ മത്സരവും നമ്മുടെ ആറ്റിങ്ങൽ മൾട്ടി ജിം ആൻഡ് ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഈ മത്സരത്തിൻ്റെ നല്ലൊരു പ്രകടനമാണിത്. ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എത്തിയിരിക്കുന്ന സ്വാഗതം പറയുന്നതിന് വേണ്ടി ജാക്സനെ ക്ഷണിച്ചു. ഒരു പ്രത്യേക അറിയിപ്പ് കൂടെ പറയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മിസ്റ്റർ ഇന്ത്യയിൽ നമ്മുടെ ട്രിവാൻഡ്രം ജില്ല കേരളത്തെ പ്രതിനിധീകരിച്ച് പോയ നിലിൻ സതീശനുണ്ട്. അദ്ദേഹത്തിന് 4th സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്വീകരണമുണ്ട്. അപ്പോൾ നിലിൻ സതീഷ് ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലിൻ സതീഷ് ഒരു ചെറിയ സ്വാഗത ആശംസയുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ള ആറ്റിങ്ങൽ നിവാസികളെ, ആറ്റിങ്ങലത്തെ കായിക പ്രേമികളെ, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ കുമാരി, നമ്മുടെ ഈ മത്സരം മിസ്റ്റർ ആറ്റിങ്ങൽ മത്സരം 14ാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരം 2009 ഓണാഘോഷത്തോടനുബന്ധിച്ച് ശ്രീ രാജേഷ് കുമാർ ചെയർമാനായിരുന്ന കാലത്തിലാണ് ആരംഭിക്കുന്നത്. അന്ന് നമ്മുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് 1ാമത് മിസ്റ്റർ ആറ്റിങ്ങൽ മത്സരം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഈ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. 2011 ലോക ചാമ്പ്യൻ ഹമൂദിയ ഉൾപ്പെടെ കൊണ്ടുവന്ന് നമ്മൾ മിസ്റ്റർ ട്രിവാൻഡ്രം മത്സരം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കേരളം ട്രിവാൻഡ്രം മത്സരങ്ങൾ ഉൾപ്പെടെ 14 മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. 8 വനിതകളുടെ മത്സരവും ആ കൂട്ടത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ ചരിത്രം. അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്ലേ ചെയ്തിട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ഈ കടന്നു വന്ന വഴികൾ കൂടെ ഒരു ചെറിയ സഞ്ചാരം.
ആഘോഷത്തോടെ നടത്തപ്പെടുന്ന ഈസ്റ്റർ ആറ്റിങ്ങൽ ഓരോ വർഷവും ആറ്റിങ്ങൽ നഗരത്തിന് മറക്കാനാകാത്ത അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. 2011 ഡിസംബർ 17-ന് ലോക ചാമ്പ്യനായ മിസ്റ്റർ അഹമ്മദ് ഹമോദയെ മികച്ച വരവേൽപ്പോടെ ആറ്റിങ്ങലിന്റെ മണ്ണിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തുടർന്നുള്ള വർഷങ്ങളിലും വളരെ വിജയകരമായി തന്നെ മത്സരങ്ങൾ നടത്തി. 2017 ജനുവരിയിൽ ആറ്റിങ്ങൽ മൾട്ടി ജിമ്മിന്റെ ചരിത്രത്തിലേക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന വിലമതിക്കാനാകാത്ത നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചത്. ഒരു വർഷം കൊണ്ട് മുടങ്ങാതെ എല്ലാ ദിവസവും പുഷപ്പ് ചെയ്യുകയും കൂടാതെ ഇന്ത്യയിലൊട്ടാകെ പുഷപ്പ് ചെയ്ത് ലഹരിക്കെതിരെ പ്രവർത്തിച്ചു. പിന്നീടുണ്ടായ വർഷങ്ങളിൽ 2018-ൽ മിസ്റ്റർ കേരളയും 2019-ൽ ലോക ചാമ്പ്യനായ ശ്രീ ചിത്രേഷ് നടേശനെ കൊണ്ടുവരികയും ചെയ്തു. കോവിഡ് കാലഘട്ടത്തിലും ശാരീരിക മാനസിക സംരക്ഷണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു യൂട്യൂബ് ചാനലിന്റെ സഹായത്തോടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. 2021-22 ജില്ലാ മത്സരവും 2023 ഏഷ്യൻ ചാമ്പ്യനായ ശ്രീ സുരേഷ് കുമാറിനെ ആദരിച്ചുകൊണ്ട് മിസ്റ്റർ ആറ്റിങ്ങലും നടത്താൻ കഴിഞ്ഞു. 2023-24 ആറ്റിങ്ങലിലെ ഇന്നോ ഓഡിറ്റോറിയത്തിൽ വെച്ച് 13ാമത് ജില്ലാ മത്സരവും നടത്തപ്പെട്ടു. 2024 എന്ന വർഷം ആറ്റിങ്ങൽ മൾട്ടി ജിമ്മിനെ സംബന്ധിച്ച് ഒട്ടനവധി നേട്ടങ്ങളാണ് ലഭിച്ചത്. സ്ത്രീകൾക്ക് മാത്രമായി ഒരു ജിം എന്ന ആറ്റിങ്ങൽ മൾട്ടി ജിമ്മിന്റെ 7 നാളത്തെ സ്വപ്നം ഓഗസ്റ്റ് 18-ന് ആരംഭിച്ചു. യസിയ ഫിറ്റ്നസ് സോൺ വിജയകരമായ 5 മാസം പൂർത്തീകരിക്കുമ്പോൾ ആറ്റിങ്ങൽ മൾട്ടി ജിമ്മിന്റെയും യസിയയുടെയും ആഭിമുഖ്യത്തിൽ ആദ്യമായി ആറ്റിങ്ങലിൽ ഒരു ആം റെസ്ലിംഗ് മത്സരം നടത്തി യസിയയും ആറ്റിങ്ങലിന്റെ ചരിത്രമാകാനുള്ള ശ്രമം ആരംഭിച്ചു. ഇന്നിവിടെ ഞങ്ങളുടെ ജിമ്മുകളുടെ തുല്യ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന 14ാമത് മിസ്റ്റർ ആറ്റിങ്ങൽ 8ാമത് മിസ് ആറ്റിങ്ങൽ വിജയപൂർവ്വം നടത്തുന്നതിലും ഞങ്ങളുടെ ഈ വിജയയാത്രയിലും ഞങ്ങളെ സഹായിച്ച ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കും ആറ്റിങ്ങൽ നാടിനും നാടിന്റെ പൗരാവലിക്കും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും ജിം ഓണേഴ്സിനും ജിം ട്രെയിനേഴ്സിനും ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് ഫെഡറേഷൻ IBBF-നും സാരഥി അർജുന അവാർഡി ശ്രീ TV പോളിക്കും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള BBAK സാരഥികൾ പ്രസിഡന്റ് ശ്രീ ആനന്ദിനും സെക്രട്ടറി GB രാജ അവാർഡി ശ്രീ കൃഷ്ണകുമാറിനും ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ TBBAക്കും സാരഥികൾ പ്രസിഡന്റ് ഭാരത് ശ്രീ അവാർഡി ശ്രീ സുധാകരനും ചെയർമാൻ ശ്രീ സുരേഷ് കുമാറിനും മറ്റ് എല്ലാ സാരഥികൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. ആറ്റിങ്ങൽ മൾട്ടി ജിം യസിയ ഫിറ്റ്നസ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുധാകരൻ മാഷിനെ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിലും ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ പേരിലും മുനിസിപ്പാലിറ്റിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന ചെയർപേഴ്സണാണ് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത്. സമയക്കുറവ് സുരേഷ് സാറിനെ സ്വാഗതം ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറിനെയും നമ്മുടെ ഈ എളിയ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രമായ ഇപ്പോൾ ഇന്ത്യയിൽ 4th സ്ഥാനത്തേക്ക് വന്ന നിലിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാവരെയും കായിക പ്രേമികളെയും കായിക താരങ്ങളെയും TBBയുടെ മറ്റു സാരഥികളെയും ജഡ്ജസിനെയും കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് സാർ, ഒപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി സാരഥികൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീമതി അഡ്വക്കേറ്റ് S. സുകുമാരി മാഡം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ട്രിവാൻഡ്രം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സുധാകരൻ സാർ അവர்கள், നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയ സഹോദരൻ ശ്രീ ജാക്സൺ, ഈ വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ചും ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ശ്രീ സുരേഷ് സാർ, ആറ്റിങ്ങലിൻ്റെ പ്രിയമുള്ളവരെ, 14ാമത് മിസ്റ്റർ ആറ്റിങ്ങലും 8ാമത് മിസ് ആറ്റിങ്ങലും തിരഞ്ഞെടുക്കുന്ന ഒരു വേദിയാണ്. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ആറ്റിങ്ങൽ നഗരസഭ അംഗണം. വളരെ അഭിമാനത്തോടുകൂടി ഈ ആറ്റിങ്ങലിൻ്റെ പേര് ഉച്ചത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നൊരു തെളിവാണ് ഈ യുവ താരങ്ങൾ ഇന്ന് മത്സരത്തിന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യകതയില്ല. ഇവിടെ നടന്ന മത്സരം തീർച്ചയായിട്ടും കായിക പ്രേമികൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്നതും അതല്ല മത്സരാർത്ഥികൾക്ക് പ്രചോദനവുമായിരുന്നു. ഇനിയും ഒരു നൂറ്റാണ്ടുകാലം മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്കും ഇതൊക്കെ കൈമാറി വലിയ ഒരു മുന്നോട്ട് പോക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. നന്ദി. വൈസ് ചെയർമാൻ സാർ, 2 വാക്ക്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുധാകരൻ സാർ, ഉദ്ഘാടനം ചെയ്ത ആറ്റിങ്ങൽ നഗരസഭയുടെ ആരാധ്യയായ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി അവർ, അതുപോലെ തന്നെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അഭിമാന സ്തംഭമായ ശ്രീ സുരേഷ് കുമാർ സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, 14ാമത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇത്രയും നേരം നമ്മൾ ദർശിച്ചുകൊണ്ടിരുന്ന പുരുഷ സൗന്ദര്യത്തിൻ്റെ മനോഹാരിത വളരെ നന്നായി ആസ്വദിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ. നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ ഈ ഡ്രഗ്സിനും മദ്യത്തിനുമൊക്കെ അടിമയാകുന്നവരോടുള്ള ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലഹരി ഇതുപോലുള്ള ശരീര സൗന്ദര്യത്തിനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അവനോച്ചേരി ഇല്ല, രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവനോച്ചേരി രാജു. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ആറ്റിങ്ങലിൽ ഇത്തരത്തിലുള്ളൊരു നല്ല പരിപാടി കാഴ്ചവെച്ച, അതിന് ചുക്കാൻ പിടിച്ച ആറ്റിങ്ങൽ മൾട്ടിജി, അതേപോലെ തന്നെ സഹകരിച്ച എല്ലാവരും, ഈ മത്സരങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കും അടുത്ത പ്രാവശ്യം ഇറങ്ങണമെന്നൊരു തോന്നൽ. കാര്യം 35 വയസ്സ് പ്രായത്തിന് താഴെയുള്ളവരെ നമ്മൾ ഇറങ്ങും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനും ഇറങ്ങുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ നടത്തുകയാണ് ഇവിടെ. എന്തായാലും ഇവിടെ ഈ പരിപാടിക്ക് വന്നെത്തിയ എല്ലാവർക്കും ഒരു നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. നന്ദി, നമസ്കാരം.